ചിക്കൻ വെച്ചു, മഷ്റൂം വെച്ചു, പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം. എടുത്ത് വെളി വെക്കണോ? വെളി എടുക്കാം. ഫ്രൂട്ട്സിൻ്റെ തരും. ചിക്കനുണ്ട്. ചിക്കൻ ഉണ്ടോ? ചിക്കൻ എന്താ ഉണ്ടാക്കുന്നത്? നമുക്ക് ചിക്കൻ നമ്മുടെ കേരള സ്റ്റൈൽ ഉണ്ടാക്കണം. അത് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ട് വേറെ എന്തെങ്കിലും. ആൻഡോ ഇടയ്ക്കൊന്ന് പള്ളിപ്പാളയം പറഞ്ഞു. ആൻഡോയുടെ പ്രശ്നം പള്ളിപ്പാളയം ഈറോഡിലുള്ളൊരു സ്ഥലമാണ്. മാമിനെ അറിയാമായിരിക്കും. പിന്നെ കേട്ടിട്ടുണ്ട്. പള്ളിപ്പാളയത്ത് മുഴുവൻ ഈ ചിക്കൻ്റെ ഫാമാണ്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ചിക്കൻ ആൻഡോ എപ്പോഴും ചെയ്യുമ്പം ആൻഡോ അവിടെ പോയിട്ടുണ്ട് ഈ പള്ളിപ്പാളയം ചിക്കൻ ഡിഷസൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആൻഡോ ഈ നമുക്കൊന്ന് പള്ളിപ്പാളയം ചിക്കൻ ഉണ്ടാക്കിയല്ലോ. ഒരു പള്ളിപ്പാളയം ചിക്കൻ ഒന്ന് കേരളം വിട്ടിട്ട് ഒന്ന് തമിഴ്നാടിൻ്റെ ഒരു ചെറിയ സൈഡിൽ സഞ്ചരിക്കാം. പള്ളിപ്പാളയം ചിക്കൻ ഒന്നും ഉണ്ടാക്കാം. പിന്നെന്താ ആനുണ്ടാക്കണത്? ഞാനൊന്നും ഉണ്ടാക്കത്തില്ല. അങ്ങനെ എളുപ്പത്തിൽ വേണ്ട കേട്ടോ പരിപാടി. ഷെഫ് തന്നെ പറയാം എന്താ വേണമെന്ന്. ഞാൻ ഉണ്ടാക്കാം. മഷ്റൂം ഉണ്ടല്ലോ, ഒരു മഷ്റൂം ഉണ്ടാക്കാം. ചിക്കനായി മഷ്റൂമായി പിന്നെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. നമുക്കൊരു ഫ്രൂട്ട്സിൻ്റെ സോസ് ഉണ്ടെങ്കിലേ ഒരു സലാഡോ മയണൈസ് ഉണ്ടോ? മയണൈസ് ഉണ്ട്. നമുക്ക് എഗ് ഇരിപ്പുണ്ട്, ഒലിവ് ഇരിപ്പുണ്ട്. സാലഡോ? ഇപ്പോൾ മെയിൻ ഡിഷ് ഒന്നും ഉണ്ടാക്കുന്നില്ല. മെയിൻ ഡിഷ് ചിക്കൻ അല്ലേ? ഒരു മഷ്റൂം കൂടെ കഴിക്കാൻ വേണ്ടി റൈസ്. അപ്പം ഇനി എന്താണ് അടുത്തത്? മാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. എന്തെങ്കിലും ബ്രേക്ക് എടുക്കട്ടെ. It's your day. You can, I know. It's your day. Either you can stay with us and see what we are doing, or you can take rest. നിങ്ങളെല്ലാം റെഡി ആയിട്ട് വിളിക്കാം. പിന്നെ മസാലാസും ഒക്കെ എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ചിക്കൻ വേണ്ടിയാണ്? അല്ല, ഞാൻ ചിക്കൻ ആൻഡോ ഉണ്ടാക്കുന്നു. ഞാൻ മഷ്റൂം മസാല ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എന്താണ് ആൻഡോ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹി ഈസ് ഡൂയിങ് ദി ചിക്കൻ. നമ്മൾ പറഞ്ഞ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ഷെഫ് മഷ്റൂം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം. ബട്ട് ഐ ആസ്ക് യു അബൌട്ട് ഓണം എങ്ങനെയുണ്ടായിരുന്നു? ഓണം ഇപ്രാവശ്യത്തോളം വളരെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഹസ്ബൻഡിന്റെ വീട്ടില് എല്ലാവരും ഉണ്ടായിരുന്നു. യൂഷ്വലി എല്ലാ വർഷവും എല്ലാ വർഷവും അവിടെയാണ്. ഓണം കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ വീട് ഇവിടെ ഏരൂര് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരും. അവരുടെ കൂടെ ഒരു ചെറിയ സെലിബ്രേഷൻ ആണ്. അതിന്റെ ഓണം എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും നാട്ടിലായിരുന്നു, കൊല്ലത്തായിരുന്നു. എൻ്റെ വീട് കൊല്ലത്താണ്. അപ്പം അവിടെയായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. മാം, ഓണത്തെ പറ്റി പറയുമ്പം തൃപ്പൂണിത്തറയ്ക്ക് ഏറ്റവും വലിയൊരു സംഭവം തൃപ്പൂണിത്തറ അത്തച്ചമയം. ഇത്തവണത്തെ അത്തച്ചമയം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ എല്ലാ വർഷവും ഇവിടെ ഉള്ള സമയത്തെല്ലാം ചെറുപ്പത്തിലെ തൊട്ട് മുടങ്ങാതെ കണ്ടിരുന്നതാണ്. ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് മിസ് ചെയ്തിരുന്നു. വളരെ നന്നായിരുന്നു എല്ലാ കൊല്ലം. ഓരോ വർഷം കൂടുതലായിട്ടാണോ അത്തച്ചമയത്തിന് അത് കുറഞ്ഞു വരുന്നുണ്ടോ? അതിന്റെ ഭംഗിയും അല്ല, കൂടി വരികയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് യങ് ജനറേഷൻ എല്ലാം അവർക്ക് ആ പഴയ വാല്യൂ എല്ലാം മനസ്സിലാക്കിയിട്ട് അതിപ്പോ വീണ്ടും വരുന്നുണ്ട്. സോ കുക്കിംഗ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് വന്ന? കല്യാണം കഴിഞ്ഞിട്ടാണോ അതിലേക്ക് മുന്നോ അമ്മ ത്രൂ ആണോ? എങ്ങനെയായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ടാണ്. പൊതുവെ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ടൊക്കെ എല്ലാം അറിയായിരുന്നു. പക്ഷെ അതങ്ങനെ ചെയ്തു നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു വീട്ടിൽ എല്ലാം അറിയായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് നമുക്കത് അത്യാവശ്യമാണ്. ഹസ്ബൻഡും വളരെ ഫുഡ് ലവിങ് ആയിട്ടുള്ള ആളാണ്. നോർത്ത് ഇന്ത്യ മുംബൈയിലാണ് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഓരോ ഡിഷ് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പുതിയ ഡിഷുകൾ ഉണ്ടാക്കി നോർത്ത് ഇന്ത്യനെല്ലാം എക്സ്പെരിമെന്റ് ചെയ്ത്. മോളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടോ? അതോ ഹെൽപ്പ് ചെയ്യാറുണ്ട് തന്നെ. ഓക്കെ. അപ്പോൾ ബെസ്റ്റ് ഡിഷ് എന്താണെന്ന് പറ, കേൾക്കട്ടെ. ബെസ്റ്റ് ഡിഷ് നോണിൽ ഞങ്ങൾ സ്പെഷ്യൽ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കും. അതിൻ്റെ മസാല എല്ലാം ഹോം മെയ്ഡാണ്. ചിക്കൻ്റെ മസാല എല്ലാം ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. അതാണോ കുക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്? മസാല
മസാല ബോക്സിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ട്. കൂടാതെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ കറി. ആൻഡോ എന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സ്പെഷ്യൽ ചിക്കൻ കറി കേരള സ്റ്റൈലിന് ഡിഫറെൻ്റ് ആയിട്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. കറിയല്ല, ഗ്രേവി, നോട്ട് ഡ്രൈ ഗ്രേവി, ഡ്രൈ. ഡ്രൈ ആയിട്ടുള്ള. അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും മസാലാസ് എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നത് തന്നെയാണോ? നോർമൽ മസാല. മസാല. ഷെഫ് മഷ്റൂമിൻ്റെ ആണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? മഷ്റൂം. ഓക്കെ. സോ അതിനകത്ത് ഉള്ളി ഇട്ടിട്ടുണ്ട്, തക്കാളി, തക്കാളി, വേറെ ഒന്നുമില്ല. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. സോറി, ഗാർലിക് ഗാർലിക്, ഇഞ്ചിയോ? ഇല്ല. ഇല്ല. മാം എങ്ങനെയാണ് ഈ പുളിയോദര മസാല അങ്ങനെ ആ ഒരു ഇതിന് ഇത്ര താല്പര്യം? ഈ കേരളയിൽ വരുന്നതിന് മുന്നേ 8 വർഷം ബാംഗ്ലൂരുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. ബാംഗ്ലൂർ അവരുടെ റെസിപ്പികൾ കുറേ ട്രൈ ചെയ്തു. ശരി, അത് ആ റെസിപ്പി ശരിക്കും എന്താണ്? നമ്മുടെ ഉടുപ്പി റെസിപ്പീസ് അല്ലേ കൂടുതൽ? ഉടുപ്പി എന്താണ്? ഹള്ളി. ഹള്ളി അവിടെ വില്ലേജിന് ഹള്ളി ഹള്ളി. ചേർത്തിട്ടാ പറയാ. ആ ഓക്കെ. ആ വില്ലേജിന് കന്നഡയില് ഹള്ളി. അതാണ്. അവരുടെ ട്രഡീഷണൽ ബിസിബെല്ലാബാത്ത്. അത് നോർമലി നമ്മുടെ സാമ്പാർ റൈസ് പോലെ. ആ, പവ സൂപ്പ്, പിന്നെ ബലയുള്ളി. ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇത് എന്താണ് ഇന്ന് ഉണ്ടാക്കുന്നത്? ഏതാണ്? ചിത്രാന്ന. ചിത്രാന്ന അറിയോ എന്നാണ്? ഇല്ല. ലെമൺ റൈസ്. ഈ മസാല ദോശ വന്നതിൻ്റെ ഒരു കണക്ഷൻ അവിടെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഒരു ഒറിജിൻ അങ്ങനെ ഏതോ ഒരു ഉടുപ്പി എന്തോ റിലേറ്റഡ് ആയിട്ട് അതെന്തെങ്കിലും അറിയാമോ അതിനെ? ഇവിടെ ആക്ച്വലി ഒരു ഉടുപ്പി മസാല ഇവിടെ ഉണ്ട്. ഇറ്റ്സ് എ വെരി ഫേമസ് ആ അവിടുത്തെ. എവിടെ? നമ്മുടെ ഈ ജംഗ്ഷനിലല്ലേ? ആ പമ്പിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പല്ലേ? അല്ല, ഓപ്പോസിറ്റ്. നല്ലതാ അവിടുത്തെ, നല്ലതാണ്. ഫേമസ് ആ. അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ ഒത്തിരി ഫുഡിന് ഭയങ്കര വെജിറ്റേറിയൻ ഫുഡിനല്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തോ ഫുഡിന്റെ വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ. ആ ഇവിടുത്തെ സദ്യ, സദ്യ, പായസം, പാലട. പിന്നെ മാം ഇവിടെ ഒരു ചർച്ച ഉണ്ടറിയോ? ഒരു ചർച്ചിലൊരു ഡെസേർട്ട് പോലെ ഒരു സംഭവമുണ്ട്. അവിടുത്തെ നേർച്ചയാണ്. തമുക്കെന്ന് പറയും. കരിങ്ങാച്ചിറ എന്ന് പറയുന്നത്. ആ, തൊട്ടടുത്ത്. അവിടെ പഴവും ശർക്കര അവലോസും ഭയങ്കര ടേസ്റ്റി, ഭയങ്കര ഫേമസ് ആണ് ആ സംഭവം.